ഈ അത്തവും കളിക്കളമൊക്കെ വലിയ വിജയമായിരുന്നു, പ്രത്യേകിച്ച് കളിക്കളത്തിലെ പാട്ടുകളൊക്കെ അതെ, അതെ, ആകാശഗോപുരം എന്നൊക്കെ. അതെ, അതെ. പക്ഷെ എന്നാലും മോഹൻലാൽ ശോഭിച്ച പോലെ സത്യേട്ടന്റെ സിനിമകളിൽ മമ്മൂട്ടി ശോഭിച്ചോ? അല്ല, രണ്ടുപേരും രണ്ട് തരത്തിലുള്ള ആക്ടേഴ്സാണ്. ഇപ്പോൾ മോഹൻലാലിൻ്റെതായിട്ടുള്ള റൂട്ടും മമ്മൂട്ടിയുടെ റൂട്ടും ചെയ്യുന്ന ആൾക്കാരാണ്. അതുകൊണ്ടാണ് ഇവർ രണ്ടുപേരും ഇപ്പോഴും ഒരു നെടും തൂണുകളായിട്ട് നിൽക്കുന്നത്. അപ്പോൾ എൻ്റെ കഥാപാത്രങ്ങൾക്ക് കൂടുതൽ മെയ്വഴക്കം കിട്ടുന്നത് പലപ്പോഴും മോഹൻലാൽ ചെയ്യുന്ന. മോഹൻലാൽ ഇല്ലെങ്കിൽ അത് പിന്നെ ചെയ്ത് ജയറാമാണ്, മനസ്സിലായില്ലേ? ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ആ രീതിയിലുള്ള ചില ക്യാരക്ടേഴ്സ് അത് ചിലപ്പോൾ മമ്മൂട്ടിയുടെ ഇമേജും മമ്മൂട്ടിയുടെ മാത്രമുള്ള മമ്മൂട്ടിയുടെ ശബ്ദ ഗാംഭീര്യവും ഒക്കെ ഉള്ളത് വേറൊരു രീതിയിലുള്ള ക്യാരക്ടേഴ്സിനാണ് കൂടുതൽ നല്ലത്. അപ്പോൾ ഞാൻ ചിലപ്പോൾ അത്തരം ക്യാരക്ടേഴ്സ് മമ്മൂട്ടിയെ കൊണ്ട് ചെയ്യിപ്പിച്ചാൽ അത് ചിലപ്പോൾ മമ്മൂട്ടിയുടെ കാരണം കൊണ്ടല്ലെങ്കിലും ഈ മോഹൻലാലിൻ്റെ രീതിയിൽ വന്നില്ല എന്ന് വരും. അതേസമയം മമ്മൂട്ടിക്ക് ചെയ്യുമ്പോൾ അർത്ഥം എന്നുള്ള സാധനം മമ്മൂട്ടിക്ക് തന്നെ ചെയ്യേണ്ടതാണ്. അർത്ഥമൊക്കെ ശരിക്കും പറഞ്ഞാൽ മമ്മൂട്ടി എന്നെ വാശി പിടിപ്പിച്ച് ചെയ്തതാണ്. ശ്രീധരൻ്റെ ഒന്നാം ഒരു വേണ്ട വിധത്തിൽ അത് ഓടിയെങ്കിലും അത് ഒരു സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് ആയില്ല. പക്ഷേ മമ്മൂട്ടിയുടെ ഏറ്റവും നല്ല ഡിഫറൻ്റ് ആയിട്ടുള്ള റോളാണ്. എൻ്റെ അടുത്ത് ദിവസം പുള്ളി പറഞ്ഞ്, നിങ്ങൾ മോഹൻലാലിനെ വെച്ച് നിങ്ങൾ സിനിമ ഹിറ്റാക്കും, എന്നെ വെച്ച് ഹിറ്റാക്കിയില്ലെങ്കിൽ നിങ്ങളുടെ കഴിവേടാണെന്ന് എല്ലാവർക്കും അറിയുള്ളൂ. കാര്യം ഞാൻ വേറെ ഹിറ്റുകൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ എനിക്കതൊരു വലിയ ക്ഷീണമായി. അപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ചു മമ്മൂട്ടി വെച്ചൊരു ഹിറ്റ് ഉണ്ടാക്കിയിട്ടുള്ള കാരണം ശരിക്കും പറഞ്ഞാൽ അതിനുവേണ്ടി സൃഷ്ടിക്കപ്പെട്ട കഥാപാത്രമാണ് ബെൻ നരേന്ദ്രൻ. ഞാൻ വേണുനാവളിയാണ് അർത്ഥം ചെയ്യുന്ന സമയത്ത് ഞാൻ വേണുനാവളിയോട് പറഞ്ഞത് മമ്മൂട്ടിയുടെ ഏറ്റവും വലിയ നല്ല ഗുണം മമ്മൂട്ടിയുടെ ശബ്ദം, മമ്മൂട്ടിയുടെ രൂപം, മമ്മൂട്ടിക്ക് ഏറ്റവും കൂടുതൽ നല്ല വേഷങ്ങളിട്ടുള്ള ചേർച്ച, ഇതൊക്കെ വരുന്നൊരു ക്യാരക്ടർ ഉണ്ടാവണം. അങ്ങനെയാണ് ആ കഥാപാത്രം രൂപീകരിച്ചതും അത് ഭയങ്കര സക്സസ് ആയി. കളിക്കളം പിന്നെ അതിൻ്റെ കൂടെ വന്നു. കളിക്കളം അത് അത്രയേ ഉള്ളൂ. ഒരു എണ്ണത്തിൽ ഒരു ബണ്ട് പൊട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ മമ്മൂട്ടിയായിട്ട് എനിക്കറിയാം. മമ്മൂട്ടി നല്ല ഹ്യൂമർ സെൻസ് ഉള്ള ആളാണ്, പിന്നെ നല്ല മനുഷ്യത്വമുള്ള ഒരാളാണ്. അങ്ങനെയുള്ള കുറേ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ലാലിൻ്റെ കൂടെ ഞങ്ങൾ പറഞ്ഞു ചെയ്യുമ്പോഴും ഞാൻ ഏറ്റവും കൂടുതൽ ചാറ്റ് ചെയ്യുകയും സംസാരിക്കുകയും ചെയ്യുന്ന ആൾ മമ്മൂട്ടിയാണ്. ഞങ്ങളെപ്പോഴും കോൺടാക്ട് ചെയ്യാറുള്ള